ഈ ആഴ്ച യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളിൽ ഒരാളായിട്ടുള്ള കാജ കല്ലാസ് ഇസ്ലാമാബാദിൽ സന്ദർശനത്തിനായിട്ട് എത്തുന്നു. ഈ സന്ദർശനത്തിന് ശേഷം ഒരു സംയുക്ത പ്രസ്താവന, അതായത് പാകിസ്ഥാനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സംയുക്ത പ്രസ്താവനയിൽ ജമ്മു കാശ്മീരിനെ കൂടി പരാമർശിക്കുന്നുണ്ട്. അതായത് സംയുക്ത പ്രസ്താവന പ്രകാരം പാകിസ്ഥാനും ഇയുവും യഥാക്രമം ജമ്മു കാശ്മീരിനെ കുറിച്ചും റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും പരസ്പരം വിശദീകരിക്കുകയും UN ചാർട്ടറിന്റെ തത്വങ്ങൾക്കനുസരിച്ച് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾ സമാധാനമായി പരിഹരിക്കുന്നതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് സാധാരണ രീതിയിൽ EU നേതാക്കൾ വരുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ജമ്മു കാശ്മീർ വിഷയം UN-ലോട്ട് കൊണ്ടുപോയത് കാരണം പല രാജ്യങ്ങളും ഇതുപോലെ പാകിസ്ഥാനിൽ പോകുന്ന സമയത്ത് സമാധാനത്തോടെ ആ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ സ്റ്റേറ്റ്മെന്റുകളിൽ പറയാറുണ്ട്. പക്ഷെ ഇന്ത്യ ഈ കാര്യത്തെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു. കാരണം ഈ ജമ്മു കാശ്മീർ വിഷയത്തിൽ വേറെ രാജ്യങ്ങൾ അഭിപ്രായം പറയുന്നത് നേരത്തെ തൊട്ട് തന്നെ ഇന്ത്യക്ക് ഇഷ്ടമല്ല. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ വളരെ ശക്തമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ആര് പറഞ്ഞാലും ഇന്ത്യ വെറുതെ വിടാറില്ല. ഇപ്പൊ ഇന്ത്യയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണം എങ്ങനെയാണ്? ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ പരാമർശങ്ങൾ സംയുക്ത പത്രക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾ നിരുപാധികം തള്ളിക്കളയുകയാണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യവും മാറ്റാനാവാത്തതുമായ ഭാഗങ്ങളാണ് എന്നായിരുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ പ്രതികരിച്ചത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയത്. നയതന്ത്രത്തില് വളരെ ശക്തമായ ഒരു പ്രതികരണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. US-ഇറാൻ സംഘർഷത്തില് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള ഈ പാകിസ്ഥാന്റെ നിലവിലെ ശ്രമങ്ങൾക്കിടയിലാണ് EU നേതാവ് അവിടേക്ക് വരുന്നത്. യൂറോപ്യൻ യൂണിയന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനമാണത്. എന്നിരുന്നാലും അതിലേക്ക് പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ പോലും ജമ്മു കാശ്മീര് പരാമർശിച്ചത് ഇന്ത്യക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ഒക്കെ നിലപാടെന്ന് പറയുന്നത് പൊതുവേ കോമഡിയാണ്. കാരണം ഇവരുടെ ജനാധിപത്യ ബോധമൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മ്യാൻമാറിൽ പട്ടാള അട്ടിമറിയാണ്, ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന കൂട്ടര് പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തില്ല. പാകിസ്ഥാനിലെ പ്രതിപക്ഷമായിട്ടുള്ള ഇമ്രാൻഖാന്റെ പാർട്ടിക്കെതിരെ നടക്കുന്ന അടിച്ചമർത്തലുകൾ, ഇമ്രാൻഖാനെ അനാവശ്യമായി പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്, നടത്തുന്ന പീഡനങ്ങൾ, ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടില്ല. പാകിസ്ഥാനിലെ പേരിന് ഒരു പാവ സർക്കാർ ഉണ്ടെങ്കിലും ഭരിക്കുന്നത് അസിം മുനീറാണ്. ഇപ്പൊ ഇന്ത്യയിലേക്ക് EUവിന്റെ നേതാക്കൾ വന്നു. അവര് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു, പ്രസിഡന്റിനെ കണ്ടുപോയി. അല്ലാതെ ഇന്ത്യയുടെ സൈനിക മേധാവിയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള EUവിന്റെ നേതാവ് പ്രധാനമന്ത്രിയെ കൂടാതെ അസിം മുനീറിനെ കൂടി കണ്ടു. കാരണം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ അധികാരവും പവറും എല്ലാം ഉള്ളത് അസിം മുനീറിനാണ്. കാരണം അയാളാണ് അവിടെ ഭരിക്കുന്നത് എന്ന് യൂറോപ്യൻ യൂണിയൻ അറിയാം, അമേരിക്കയ്ക്ക് അറിയാം. പക്ഷെ പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ കുറിച്ച് അവരൊന്നും മിണ്ടില്ല. കാരണം പാകിസ്ഥാനെ അവർക്ക് ആവശ്യമുണ്ട്. അതിന് ന്യായമായ ചില കാരണങ്ങളുമുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ തകർന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് തന്നെ അത് പണിയാകുമെന്ന് EUവും അമേരിക്കയും ഭയപ്പെടുന്നത് കൊണ്ടാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്, 24 കോടിയോളം ജനസംഖ്യയുള്ളൊരു രാജ്യമാണ്, ആണവായുധം കയ്യിലുള്ളൊരു രാജ്യം കൂടിയാണ്. ആ രാജ്യം പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ചൈനയുടെ നിയന്ത്രണത്തിലായി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതൊരു തടസ്സമായി മാറുമെന്നുള്ള ഭയം കൊണ്ടാണ് EUവും അമേരിക്കയും ഒക്കെ ശരിക്കും പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര യുദ്ധമോ മറ്റോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആണവായുധങ്ങള് തീവ്രവാദ സംഘടനകളുടെയോ മറ്റ് അക്രമികളുടെയോ കയ്യിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ആ റീജിയന് മൊത്തത്തിൽ ഭീഷണിയാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ജനാധിപത്യ ബോധമൊക്കെ അതുകൊണ്ട് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവരെപ്പോഴും നോക്കുന്നത് ഒരു രാജ്യത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു കേന്ദ്രീകൃത അധികാര കേന്ദ്രത്തെയാണ്. പാകിസ്ഥാനില് ആണവ ആസ്തികൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ അവിടെ സൈന്യത്തിന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് പാശ്ചാത്യ ലോകം കരുതുന്നത് കൊണ്ട് സൈന്യവുമായിട്ട് അവർ സഹകരിക്കുകയാണ്. അവിടെ അവർക്ക് ജനാധിപത്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വേറുള്ള കാര്യങ്ങളിലൊന്നും യൂറോപ്യൻ യൂണിയനെ അമേരിക്കയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരിപ്പോൾ പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറയാൻ നമുക്കും കഴിയില്ല. കാരണം നമ്മൾ റഷ്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ഇപ്പോൾ മ്യാൻമാറുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ഈവൻ ഉത്തര കൊറിയയുമായിട്ട് പോലും നമുക്ക് സഹകരണമുണ്ട്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണത്തെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എക്കാലവും എതിർക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ വകവയ്ക്കാറില്ല. അവർക്ക് വേണ്ടിയിട്ട് സഹകരണം നമ്മൾ നിർത്തിവെക്കാറുമില്ല, അല്ലെ? നമ്മൾ റഷ്യയെ ഏറ്റവും അടുത്ത പങ്കാളിയായിട്ട് തന്നെയാണ് കാണുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് പ്രധാനമാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു. ഇത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു വ്യത്യാസം, ജമ്മു കാശ്മീരിന്റെ കാര്യം EUവിന്റെ സംയുക്ത
പ്രസ്താവനയിൽ വന്നത് ഇന്ത്യയെ ചൊടിപ്പിച്ചു. നിങ്ങൾ പാകിസ്ഥാനിൽ പോവുകയോ വരികയോ അതൊക്കെ നിങ്ങളുടെ കാര്യം. പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുകയോ അല്ലെങ്കിൽ ഇറാൻ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സഹായം തേടുന്നെങ്കിൽ തേടിക്കോ, മധ്യസ്ഥത വഹിക്കുന്നെങ്കിൽ വഹിച്ചോ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മുടെ ആഭ്യന്തര കാര്യം നിങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ വരരുത്. അതാണ് ഇന്ത്യയുടെ നിലപാട്. ആ ഒരു വിഷയത്തിലാണ് ഇന്ത്യ പ്രതികരിച്ചത്. ഇന്ത്യ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ചിലപ്പോൾ യൂറോപ്യൻ യൂണിയൻ വിചാരിച്ചു പോലും കാണില്ല. ശക്തമായ വാചകങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചത്. ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പ്രതികരിക്കരുത് എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു പ്രതികരണം യൂറോപ്യൻ യൂണിയനെ ഞെട്ടിച്ചിട്ടുണ്ട്. അതൊരു ഇന്ത്യയുടെ ഒരു പുതിയ ഭാവം തന്നെയാണ്. ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ആരും കയറി അഭിപ്രായം പറയേണ്ട, ഇയും കാര്യമൊക്കെ അങ്ങ് കൈവച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും നിലപാട് പാകിസ്ഥാനിൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യവും നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ അവിടെ സംയുക്ത പ്രസ്താവനയിൽ പറയേണ്ട കാര്യമില്ല. അല്ലാതെ നിങ്ങൾ പാകിസ്ഥാനുമായി സഹകരിച്ചോ എന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു മാറ്റമാണ് യൂറോപ്യൻ യൂണിയനോട് ഇന്ത്യ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.